ഹലോ അങ്ങനെ സർവ്വമായ കണ്ടിട്ട് അതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ചെയ്തില്ല. ഡീറ്റെയിൽ റിവ്യൂ എന്ന് പറയാൻ പറ്റത്തില്ല, അതിൻ്റെ ഒരു പോസ്റ്റ്മോർട്ടം തന്നെ ചെയ്യേണ്ടി വരും. ഞാൻ ഈ മീഡിയയിൽ കാണുന്ന ഈ ഹൈപ്പ് കണ്ടിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് ആൾക്കാർക്ക് ഇത്രയ്ക്കും ഇഷ്ടപ്പെടുന്നതെന്ന്. അതോ ഇനി ഹൈപ്പാണോ, അതോ ഇനി ആക്ച്വലി ഈ പടം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് ഞാൻ ഒന്നുകൂടെ എൻ്റെ വൈഫിനോട് പറഞ്ഞൊന്ന് പോയി കാണാൻ. അപ്പം അവളുടെ അഭിപ്രായം സെയിം തന്നെയാണ്. വെറും ബോറിംഗ് ആയിട്ടുള്ളൊരു കൂറ ആവറേജ് പടം. അഖിൽ സത്യൻ്റെ ഡയറക്ഷനിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. റൈറ്ററും ഡയറക്ഷനും ആൾ തന്നെയാണല്ലോ. അദ്ദേഹം നമ്മുടെ സത്യൻ അന്തിക്കാടിൻ്റെ ആ ഒരു ഫീൽ ഗുഡ് എലമെൻറ്റ് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ പടങ്ങളിലും. പക്ഷേ നമ്മൾക്ക് സത്യൻ അന്തിക്കാടിൻ്റെ സിനിമകളിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. ഫീൽ ഗുഡിൻ്റെ അതേ കൂട്ട് തന്നെ കോമഡിയും പടത്തിനകത്ത് അത്യാവശ്യം ഇമോഷൻസും എല്ലാം വർക്കൗട്ട് ആവുന്നുണ്ടായിരുന്നു സത്യൻ അന്തിക്കാടിൻ്റെ എല്ലാ പഴയ പടങ്ങളും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മോഹൻലാൽ ആണെങ്കിൽ അതിൻ്റെ കൂടെ മാമുക്കോയ കാണും, ഇന്നസെൻ്റ് കാണും, ദേവർ ഓൾ ലെജൻഡ്സ്. അവരൊക്കെ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവരെയും നമ്മുടെ ഈ നിവിൻ പോളിയും അജു വർഗീസിനെയൊക്കെ കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ ആ റേഞ്ചിലുള്ള കോമഡിയാണ് ചെയ്തേക്കെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും അത് സമ്മതിക്കാൻ പറ്റുമോ? ഈ സിനിമയ്ക്കകത്തുള്ള ഒരു കോമഡിക്കും നമുക്ക് അങ്ങോട്ട് ചിരിക്കാൻ തോന്നത്തില്ല. എനിക്ക് പേഴ്സണലി ഒരു കോമഡിയും വർക്കൗട്ട് ആയില്ല. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഒരു സീനുണ്ട്, ഒരു ഊഞ്ഞാൽ ഉണ്ടാക്കുന്നു. ആ ഊഞ്ഞാൽ ഉണ്ടാക്കിയിട്ട് ഊഞ്ഞാലിനകത്ത് ഇരിക്കാൻ പറയുന്നു. അതായത് ഇതേപോലൊരു ഉറപ്പുള്ളൊരു ഊഞ്ഞാൽ ഇവിടെ ഇല്ല, നോക്കാൻ പറയുന്നു. ഒരാളിരിക്കുന്നു, രണ്ടാളിരിക്കുന്നു, പിന്നെ നേരെ നമ്മുടെ അജു വർഗീസ് വന്നിരിക്കുന്നു, പൊട്ടി താഴെ വീഴുന്നു. ഇതൊക്കെ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള കോമഡീസ് ആണ്. നമുക്ക് കണ്ടിട്ട് ഒരിക്കലും ചിരി വരത്തില്ല. കൊച്ചു പിള്ളേർക്ക് ചിലപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പം ചിരി വരാം, കുഞ്ഞു പിള്ളേരുണ്ടല്ലോ. ഇതൊക്കെയാണ് അജു വർഗീസിന്റെ ലീലാവിലാസങ്ങൾ. അതേപോലെ തന്നെ വേറൊരു കോമഡി, ഒരു അമ്പലത്തിൽ ഇയാൾ പൂജാരിയാണല്ലോ. അപ്പോൾ അമ്പലത്തിൽ ഒരു കല്യാണം നടത്താൻ നിൽക്കുന്നു. കല്യാണം നടത്താൻ നിൽക്കുമ്പോഴത്തേക്ക് എല്ലാ പിള്ളേരും അവരുടെ പേരൻസിനെ കാണുമ്പോൾ ഓടിപ്പോകുന്നു. അപ്പോൾ അജു വർഗീസിൻ്റെ ഈ താലി ഇരിക്കുന്നു. അപ്പോൾ അവനെ പഞ്ഞിക്കിടുന്നു. എന്തുവാടെ ഇതൊക്കെയാണോടെ കോമഡി? എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ചോദിക്കുവാണ്. അതേപോലെ തന്നെ ബാത്റൂമിൽ നിവിൻ പോളി എടുത്ത് ജനാർദ്ദൻ പറയുന്നു ബാത്റൂമിൽ വെള്ളം ഒഴിക്കുന്നില്ലെന്ന്. ഇതൊക്കെയാണോ കോമഡി? ഇതിന് ഞങ്ങൾ ചിരിക്കണോ? എനിക്ക് മനസ്സിലായില്ല. ഈ സിനിമയ്ക്കകത്ത് കോമഡി ആണെങ്കിലും ഇമോഷൻസ് ആണെങ്കിലും ഒന്നും വർക്കൗട്ട് ആയിട്ടില്ല. എന്താണ് ഈ പടത്തിനകത്തുള്ള ഇമ്പോർട്ടൻസ് എന്ന് എനിക്കൊരു പിടിയും കിട്ടിയിട്ടില്ല. ഇനി നമ്മുടെ യക്ഷിയിലോട്ട് വരാം. റിയ ഷിബു വലിയൊരു പ്രൊഡ്യൂസറിൻ്റെ മോളാണ്, നമുക്കറിയാമല്ലോ. ഈ കുട്ടിയുടെ 1-2 റീൽസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ റീൽസിൽ എങ്ങനെയാണോ അഭിനയിക്കുന്നത് അതേപോലെ തന്നെയാണ് ഇതിനകത്തും അഭിനയിച്ചേക്കുന്നത്. നിങ്ങൾ ചിന്തിച്ച് നോക്കണം, ഈ പടം നിങ്ങൾ ഫുള്ള് കണ്ടിട്ടില്ലെങ്കിൽ ഇതിനകത്ത് ചില സ്പോയിലേഴ്സ് ഉണ്ട്. അപ്പം പടം കണ്ടിട്ട് വന്ന് ഇത് കണ്ടാൽ മതി. അങ്ങനെ റിയ ഷിബു പ്രേതമായിട്ട് നമ്മുടെ നിവിൻ പോളിയുടെ കൂടെ കൂടുവാണ്. നിവിൻ പോളിക്ക് ആദ്യം ഒരു റിയാക്ഷൻ ഉണ്ടാവുന്നു. പിന്നെ നമ്മൾ ഈ വിസ്മയത്തുമ്പത്ത് കണ്ടില്ലേ, സെയിം ഒരു കോൺസെപ്റ്റ് തന്നെയാണ് കേട്ടോ, ചെറിയ വ്യത്യാസം മാത്രം. ഒരു വീട്ടിൽ ഹോമം നടത്താൻ പോകുന്നു. ആ ഹോമം കഴിഞ്ഞിട്ട് ആ പ്രേതം നിവിൻ പോളിയുടെ കൂടെ അങ്ങ് കൂടുവാണ്. നിവിൻ പോളിയുടെ കൂടെ ഈ പ്രേതത്തിൻ്റെ ഇൻറ്ററാക്ഷൻസും എന്തുകൊണ്ട് ഡേ ടു ഡേ ലൈഫ് കാണിക്കുവാണ്. പിന്നെ ഈ റിയ ഷിബുവിന് മൊബൈൽ യൂസ് ചെയ്യാം, പക്ഷേ ഇവനെ കെട്ടിപ്പിടിക്കാനോ ഒന്നിനും പറ്റത്തില്ല. പിന്നെ അതേപോലെ തന്നെ റിയ ഷിബു ഡ്രസ്സ് ഓർഡർ ചെയ്യുന്നു. അതായത് ഇഷ്ടപ്പെട്ടൊരു കളറിൻ്റെ ഡ്രസ്സ് ഡെയിലി നമ്മുടെ അൽത്താഫാണ് കൊറിയർ മാൻ, അയാൾ വരുന്നു, ഡ്രസ്സ് ഓർഡർ ചെയ്യുന്നു. എന്തുവാടെ ഇത്? അല്ലേ, നിങ്ങൾ എങ്ങനെ അത് കണക്ട് ചെയ്യുന്നതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഇത് കണ്ടിട്ട് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അതായത് ശരി, ഓക്കെ, പുതിയ ജെൻസി ആയിട്ടുള്ളൊരു പ്രേതമാണ് ഈ ഇന്നലെ മെനങ്ങാനത്തുള്ളൊരു ഇൻ്റർവ്യൂ ഞാൻ കണ്ട്. ജെൻസി ആയിട്ടുള്ളൊരു പ്രേതത്തിന് എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ്, അതാണോ നിങ്ങൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്? അതായത് മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പിന്നെ ഇമോഷൻസ് കാണിക്കാൻ പറ്റുന്നുണ്ട്, ഡ്രസ്സ് ഓർഡർ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ അവരുടെ സ്വന്തം പേര് ഓർമ്മയില്ല. പേര് ദുലൂലു, അതാണ് പേര്. ഇങ്ങനെയുള്ള കുറേ വളിപ്പത്തരവും ഇങ്ങനെയുള്ള കുറേ ഊളത്തരമാണ് സർവം മായ. മനസ്സിലായില്ലേ? പിന്നെ നിവിൻ പോളി ഫാദറുമായിട്ട് രഘുനാഥ് പാലേരി സാറുമായിട്ട് ഒരു കണക്ഷൻ കാണിക്കാനേ പറ്റുന്നില്ല സിനിമയ്ക്കകത്ത്. അവർ സെപ്പറേറ്റഡ് ആണെന്നാണ് കാണിക്കുന്നത്. അതായത് അച്ഛനുമായിട്ട് മിണ്ടുന്നില്ല. അച്ഛനുമായിട്ട് മിണ്ടാതായി അമ്മ മരിച്ചതിന് ശേഷമാണ് ആൾ ഏത്തിസ്റ്റ് ആവുന്നത്. ഇതാണ് സിനിമയുടെ ഒരു പ്ലോട്ട് കാണിച്ചേക്കുന്നത്. ഈ അച്ഛനും മോനോട്ടുള്ള സെപ്പറേഷൻ കാണിച്ചേക്കുന്ന റീസൺ സത്യം പറഞ്ഞാൽ ചിരിച്ചു പോവും. അതൊരു ലോജിക്കായിട്ടുള്ള റീസണേ കാണിച്ചേക്കുന്നില്ല. ഒരു അമ്മ മരിക്കുന്നതിൻ്റെ ഉള്ള ആ ഒരു ഷോക്ക്, ഒരു പട്ടിയായിട്ട് നിൽക്കുന്നു, ആ പട്ടിയെ വെളിയിലാക്കുന്നു, ഇയാളെ പട്ടിയും വെളിയിലാക്കുന്നു. അതിനുശേഷം പിന്നെ ഇയാൾ ഒരിക്കലും അച്ഛനുമായിട്ട് മിണ്ടിയിട്ടില്ല. ഇതാണ് സ്റ്റോറി കാണിച്ചേക്കുന്നത്. എൻ്റെ ദൈവമേ, എനിക്ക് നിവിൻ പോളിയുടെ ആക്ടിങ് ഇഷ്ടപ്പെട്ട കുറേ നല്ല സിനിമകളുണ്ട്. ആക്ഷൻ ഹീറോ ബൈജു, അതേപോലെ തന്നെ പ്രേമം, ഇങ്ങനെയുള്ള നല്ല സിനിമകളിൽ അദ്ദേഹത്തിൻ്റെ ക്യൂട്ട്നെസ്സും അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജും എക്സ്പ്രഷൻസും നുവാൻസസും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ആക്ടറാണ് നമ്മുടെ നിവിൻ പോളി. പക്ഷേ ഇപ്പം ഈ സിനിമ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ആളുടെ കംഫർട്ട് സോണിൽ നിന്ന് അഭിനയിച്ചതായിട്ടേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ആക്ടിങ് ആണെങ്കിലും വലിയതായിട്ട് ആ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് വലിയ എക്സ്പ്ലോർ ചെയ്തതായിട്ടോ ഒരു നമ്പൂതിരിയായിട്ടോ പിന്നെ ആൾ ഏത്തിസ്റ്റ് ആണ്. ഏത്തിസ്റ്റ് ആകുമ്പോഴത്തേക്ക്
ഏത്തിസ്റ്റ് പൂജ ചെയ്യാൻ പോകുന്നു, പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യാൻ പോകുന്നതായിട്ട് കാണിക്കുന്നത്. പക്ഷേ വീട്ടിൽ മെർസിഡീസ് ബെൻസ് ആണ് കിടക്കുന്നത്. ഇനി ഇതിനകത്തൊരു കോമഡി ഉണ്ട്. നിവിൻ പോളി അച്ഛനുമായിട്ട് ഒരു 200 രൂപ കടം ചോദിക്കും ചായ കുടിക്കാനാ പോലും. അപ്പോൾ അച്ഛൻ പോകുന്നു, ഒരു ഫ്ലാസ്കിനകത്ത് 3 ചായ ഉണ്ട്, മോനെ ഇത് കുടിച്ചാൽ മതിയെന്ന്. അത് കഴിഞ്ഞിട്ട് ചോദിക്കുന്നു, കുറച്ച് സീൻസ് കഴിഞ്ഞിട്ട് ചോദിക്കുന്നു, മോനെ മെർസിഡീസ് ബെൻസ് ഉണ്ട്, മോൻ വേണമെങ്കിൽ എടുത്ത് യൂസ് ചെയ്തോളാൻ. അത് കഴിഞ്ഞിട്ട് ഈ അച്ഛൻ അതേ പട്ടി, ഈ ഒരു പട്ടിയുടെ ക്യാരക്ടർ നേരത്തെ പറഞ്ഞില്ലേ, ഈ പട്ടിയെ റൂമിൽ കിടത്തേക്കുന്നു. ആൾ ഓക്സിജൻ വലിച്ചുകൊണ്ടിരിക്കുക, പക്ഷേ പട്ടിയെ കൂടെ കിടത്തേക്കും. അതായത് ആ ഇമോഷൻസ് കണക്ട് ചെയ്യാൻ എനിക്ക് കണക്ട് ആയില്ല എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ. പിന്നെ ഇതിനകത്ത് 3 പയ്യന്മാരെ കാണിക്കുന്നുണ്ട്. അവർ ഡ്രഗ് അഡിക്ട്സ് ആയിട്ടാണ് കാണിച്ചേക്കുന്നത്. അർജുനും അവൻ്റെ ഒരു ഗ്യാങ് ആയിട്ടാണ്, പിള്ളേരാ. അപ്പോൾ ആദ്യത്തെ ഒരു സീനിൽ ഇവന്മാർ പേടിച്ചിട്ട് അവന്മാരിൽ നിന്ന് ഒളിക്കുന്നു. ആരാണ്? നിവിൻ പോളിയും അജു വർഗീസും. പക്ഷെ പിന്നെ ഒരു ഫോൺ എടുത്ത് ഫോട്ടോ എങ്ങാണ്ട് എടുക്കാൻ നോക്കുമ്പോൾ അവരെങ്ങാണ്ട് വരുന്നു സീനിൽ. അവരെന്തിനാണ് ഈ സിനിമയ്ക്കകത്ത് ആ ഒരു സിറ്റുവേഷനിൽ എടുത്തതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഒരു റിലേഷനും ഇല്ല സിനിമയ്ക്കകത്ത്. സ്റ്റാർട്ടിങ്ങിൽ ഈ 3 ക്യാരക്ടേഴ്സിനെ കാണിച്ചിട്ട് ഈ പ്ലോട്ടിൽ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അവരെ കാണിച്ചിരുന്നെങ്കിൽ നമുക്ക് അത് സമ്മതിക്കാം. പടത്തിന്റെ ഡീറ്റെയിൽ സ്റ്റോറി ഞാൻ പറയുന്നില്ല, പക്ഷേ ചില കാര്യങ്ങൾ എനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നതില്ല. പടത്തിന്റെ ക്ലൈമാക്സിലോട്ട് വരുമ്പോഴാണ് നമുക്ക് ഏകദേശം പിടി കിട്ടാൻ തുടങ്ങുന്നത്. പക്ഷേ ആക്ച്വലി പിടി കിട്ടുമെന്ന് വെച്ചാൽ പിടി കിട്ടിയിട്ടില്ല. ബിക്കോസ് സ്ക്രീൻ പ്ലേ തന്നെ അങ്ങനെയാണ് എഴുതിയേക്കുന്നത്. സ്ക്രിപ്റ്റും ഒരു കണക്ഷൻ ഇല്ലാത്ത രീതിയിലാണ് സ്ക്രിപ്റ്റ് എഴുതി വെച്ചേക്കുന്നത്. മേഥിൽ ദേവിക പിന്നെ വിനീത്, ഇവർ രണ്ടുപേരുടെയും മകളാണ് റിയ ഷിബു. അതാണ് ക്യാരക്ടറായിട്ട് കാണിച്ചേക്കുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേര് ഓർമ്മയില്ല, സ്ഥലം ഓർമ്മയില്ല, പക്ഷേ ബാക്കി എല്ലാം ഓർമ്മയുണ്ട്. പിന്നെ മൊബൈലും കളിക്കും. അപ്പോൾ ലാസ്റ്റ്ലി ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് റിയയ്ക്ക് ഓർമ്മ വരുന്നതാണ്. ഒരു ആക്സിഡൻറ്റ് സീനിൽ ആക്സിഡൻറ്റ് സീൻ എടുത്തേക്കുന്ന ആ ഷോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഒരു ഷോട്ട് എടുത്തേക്കുന്ന സിനിമാറ്റോഗ്രഫിയും ദാറ്റ് വാസ് ഗുഡ്. ആ ഷോട്ട് മാത്രം. അതേപോലൊരു സിറ്റുവേഷൻ റീക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് മനസ്സിലാവുകയാണ് എന്തുകൊണ്ടാണ് ഞാൻ മരിച്ചത്, എങ്ങനെയാണ് മരിച്ചത്, പ്ലസ് ഈ കുട്ടി ആരെയാണ് സ്നേഹിച്ചത്. പക്ഷേ ഈ ആരെയാണ് സ്നേഹിച്ചതെന്നോ ലാസ്റ്റിൽ ഈ നിവിൻ പോളിയാണ് ആ ആളെന്നോ ആ ആളല്ലയോ അഖിൽ സത്യൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. അത് സ്റ്റോറിയുടെ വീക്ക്നെസ് എന്നാന്നേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ എനിക്ക് ആ പ്രെറ്റി എന്ന് പറഞ്ഞൊരു ആക്ട്രസിനെ എന്തിനാണ് സിനിമയിൽ എടുത്തതെന്ന്, തമിഴ് ആക്ട്രസ് ആണെന്ന് തോന്നുന്നു, എന്തിനടുത്തെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. എനിക്ക് മനസ്സിലായി. ആ വെഡ്ഡിങ്ങിലൊരു ഡാൻസ് ഉണ്ട്, ആ പാട്ടിന് ഡാൻസ് കളിക്കാൻ വേണ്ടി മാത്രമാണ് ആ സിനിമ എടുത്തത് എനിക്ക് മനസ്സിലായി. പ്ലസ് ക്ലൈമാക്സ് ടെയിലൻ്റ് ഒന്ന് കാണിക്കുന്നത് കാണണം. ടെയിലൻറ്റിൽ റോക്ക് സ്റ്റാറിലോട്ട് ഇവൻ പാട്ട് പാടുന്നുണ്ട്. ആരാ? നമ്മുടെ നിവിൻ പോളി. ദുരന്തം എന്നൊക്കെ പറയാം ഇങ്ങനെയുള്ള പടങ്ങൾ. ദുരന്തം. കുറേ നാളുകൾക്ക് ശേഷം ജനാർദ്ദനേട്ടനെ സ്ക്രീനിലൊന്ന് കണ്ടിട്ട് എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ മെയിനായിട്ട് നിവിൻ പോളിയുടെ കുടുംബത്തിൽ 4 പേരാണ്. അതായത് ജനാർദ്ദനൻ, പിന്നെ അദ്ദേഹത്തിൻ്റെ ബ്രദറാണ്, പിന്നെ അതേപോലെ അച്ഛൻ. ഇപ്പം മധു വാര്യരാണ് ബ്രദർ, ജനാർദ്ദനൻ വല്യച്ഛനാണ്. പക്ഷേ ഈ 4 പേര് തമ്മിൽ ഒരു ബന്ധവും കാണിക്കുന്നില്ല. ഈ വീട്ടിനകത്ത് വലിയൊരു വീടുണ്ട്, ഏത്തിസ്റ്റായിട്ട് പൈസയ്ക്ക് വേണ്ടിയിട്ട് പൂജ ചെയ്യാൻ പോകുന്നു. പൂജ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഇവന് മനസ്സ് മാറിയിട്ട് ഇവൻ നേരെ പിന്നെ ദൈവത്തിൻ്റെ ആ ഒരു പാതയിലോട്ട് വരുന്നു. പിന്നെ അവൻ പൂജ അർപ്പിക്കാൻ തുടങ്ങുന്നു. എന്തൊക്കെ ബഹളങ്ങളും എന്തുവാടെ ഇത്. നിവിൻ്റെ കംബാക്ക് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും പറയത്തില്ല ഇത് നിവിൻ പോളിയുടെ കംബാക്ക് ആണെന്ന്, ഒരിക്കലും. ബിക്കോസ് ആക്ഷൻ ഹീറോ ബിജു, പ്രേമം, ഇങ്ങനെയുള്ള നല്ല വെർസറ്റൈൽ റോൾസും അങ്ങനെയുള്ള നല്ല കൺവിൻസിങ് റോൾസൊക്കെ ചെയ്ത ഒരു ആക്ടറിന് അദ്ദേഹത്തിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ ഈ പടത്തിന് കൊടുത്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വോണ്ട് എഗ്രി ടു ദാറ്റ്. ആസ് എ വ്യൂവർ, ആസ് എ മൂവി ലവർ, ഇത് എൻ്റെ പെർസെപ്ഷനാണ്, ഇത് എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ്. പിന്നെ നിങ്ങൾ ഈ പറയുന്ന പോലെ ഹൈപ്പ്, അത് എല്ലാ സിനിമയ്ക്കും ഇപ്പം മലയാള ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ എല്ലാ പടത്തിനും ആ ഒരു ഹൈപ്പുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല. അതിപ്പോൾ കൂറപ്പടങ്ങളാണെങ്കിലും ആവറേജ് പടങ്ങളാണെങ്കിലും കിടിലോസ് എന്നൊക്കെയാണ് പറഞ്ഞ് കാണുന്നത്. പക്ഷേ ആസ് എ മൂവി ലവർ എനിക്ക് ഈ വർഷം ഇറങ്ങിയതിൽ എന്നെ സർപ്രൈസ് ചെയ്ത കുറച്ച് പടങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൽ മേജർലി ഇറ്റ്സ് എക്കോ. ആ ബഡ്ജറ്റിലും ആ ഒരു മെസ്മറൈസിങ് സിനിമാറ്റോഗ്രഫിയിലും ആ സ്റ്റോറി ടെല്ലിങ്ങിലും എല്ലാം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് എക്കോ. അപ്പോൾ സർവം മായ ഞാൻ ഔട്ട് ഓഫ് 5 1 കൊടുക്കുന്നു. എൻ്റെ റീൽസിലും ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. ഇതേപോലുള്ള ജെനുവിൻ റിവ്യൂസ് ആയിട്ട് വരുന്നതായിരിക്കും. ടേക്ക് കെയർ, ബൈ. മുംബൈ കാ മല്ലു ഫ്രം ബഹ്റൈൻ.